ഹിമാലയത്തിൻ്റെ മഞ്ഞുമലകൾക്കിടയിൽ ഒരു തടാകമുണ്ട്. വർഷത്തിൽ ഭൂരിഭാഗം സമയവും മഞ്ഞിൽ മറഞ്ഞുകിടക്കുന്ന ഈ തടാകം മഞ്ഞുരുകുന്ന വേളയിൽ നൂറുകണക്കിന് മനുഷ്യരുടെ അസ്ഥികൂടങ്ങൾ വെളിപ്പെടുത്തും. ആരാണവർ? എന്തുകൊണ്ടാണ് എല്ലാവരും ഒരേ സ്ഥലത്ത് മരിച്ചത്? ഇത് ദൈവത്തിൻ്റെ ശാപമായിരുന്നു, ഒരു പ്രകൃതി ദുരന്തമോ, അല്ലെങ്കിൽ ഇന്നും പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു രഹസ്യമോ? ഇതാണ് ഹിമാലയത്തിലെ ഏറ്റവും വിചിത്രമായ സ്ഥലങ്ങളിലൊന്നായ രൂപകുണ്ട് തടാകത്തിൻ്റെ കഥ. രൂപകുണ്ട് എവിടെയാണ്? ഉത്തരാഖണ്ഡിലെ ചമോളി ജില്ലയിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 5000 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹിമ തടാകമാണ് രൂപകുണ്ട്. വർഷത്തിൽ മിക്ക മാസങ്ങളിലും ഈ തടാകം മഞ്ഞിനടിയിലാണ്. മഞ്ഞൊരുകുന്ന വേനൽക്കാലത്താണ് തടാകത്തിൻ്റെ അടിത്തട്ടിൽ മനുഷ്യരുടെ തലയോട്ടികളും അസ്ഥികളും തെളിഞ്ഞു വരുന്നത്. ഇന്നും ലോകമെമ്പാടുമുള്ള ഗവേഷകരും സഞ്ചാരികളും ഈ തടാകത്തെ അത്ഭുതത്തോടെയും കൗതുകത്തോടെയും നോക്കിക്കാണുന്നു. അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയത് 1942 ഒരു ബ്രിട്ടീഷ് വന ഉദ്യോഗസ്ഥൻ ഈ പ്രദേശത്തെത്തിയപ്പോൾ തടാകത്തിനു ചുറ്റും നൂറുകണക്കിന് അസ്ഥികൂടങ്ങൾ കണ്ടു. ആദ്യകാലത്ത് ഇവ ജാപ്പനീസ് സൈനികരുടേതാണെന്ന് ചിലർ കരുതി. എന്നാൽ പിന്നീട് നടത്തിയ പരിശോധനകൾ അത് തെറ്റാന്ന് തെളിയിച്ചു. അസ്ഥികൾ നൂറുകണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളവയായിരുന്നു. ഇതോടെ രൂപകുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു രഹസ്യങ്ങളൊന്നായി മാറി. ഇതിന് പിന്നിൽ ഒരു നാട്ടുകഥയുണ്ട്. അവിടുത്തെ ഒരു ദേവിയുടെ കോപമാണ് ഇതിന് കാരണമെന്നാണ് നാട്ടുകാർ വിശ്വസിക്കുന്നത്. ഒരിക്കൽ ഒരു രാജാവും രാജ്ഞിയും അവരുടെ അനുയായികളുമൊത്ത് ഒരു ദേവീക്ഷേത്രത്തിലേക്ക് തീർത്ഥയാത്ര നടത്തി. യാത്രക്കിടെ അവർ വിശുദ്ധമായ സ്ഥലത്ത് ആഘോഷവും നൃത്തവും മദ്യപാനവും നടത്തി. ഇത് ദേവിയെ പ്രകോപിച്ചുവെന്നാണ് വിശ്വാസം. അതിനുശേഷം ആകാശം ഇരുണ്ടു. വലിയ കല്ലിന്റെ വലിപ്പമുള്ള ആലിപ്പഴങ്ങൾ മഴ പോലെ പെയ്തു. അവയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ യാത്രക്കാരെല്ലാം മരണപ്പെട്ടു. ഈ കഥ ഇന്നും പ്രദേശവാസികൾ തലമുറകളായി പറഞ്ഞു വരുന്നു.